പാർത്ഥ, മഹാരാഷ്ട്രയിൽ എൻ.ഡി.എ തരംഗമാണ്. ജാർഖണ്ഡിലും എൻ.ഡി.എക്ക് മുന്നേറ്റം എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. കേരളത്തിൽ പാലക്കാട്, ചേലക്കര, വയനാട് നമ്മൾ നോക്കണ്ട, പ്രിയങ്ക ഗാന്ധി കൊണ്ടുപോയി. പാലക്കാടും ചേലക്കരയുമാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധ ആകർഷിച്ചുകൊണ്ടിരിക്കുന്നത്. വരും മണിക്കൂറുകളിൽ ഒരു അട്ടിമറിയോ ഒരു തരംഗമോ ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇവിടുന്ന് നമ്മൾ കേന്ദ്രത്തിലേക്ക് പോയാൽ മഹാരാഷ്ട്രയിൽ എൻ.ഡി.എ വലിയ രീതിയിലുള്ള മുന്നേറ്റം നടത്തുന്നു. ഒരു തരംഗം തന്നെ, താമര തരംഗം തന്നെ മഹാരാഷ്ട്രയിൽ കാണാം. മാത്രമല്ല ജാർഖണ്ഡിൽ വലിയ മുന്നേറ്റവും ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അതായത് 211 സീറ്റുകളിൽ എൻ.ഡി.എ സഖ്യം മുന്നിലെത്തി എന്നാണ് പറയുന്നത്. ഇന്ത്യ സഖ്യം 65 സീറ്റുകളിൽ മാത്രമാണ് ലീഡ് ചെയ്യുന്നത്. ഇത് ഈ സമയത്ത് വരുന്ന റിപ്പോർട്ടുകളാണോ എന്നുള്ളതൊന്നുകൂടി നമുക്ക് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. 145 സീറ്റുകളാണ് മഹാരാഷ്ട്രയിൽ എൻ.ഡി.എക്ക് ഭരണം പിടിക്കാൻ ആവശ്യമുള്ളത്. 145 സീറ്റുകൾ. ലീഡ് നിലയിൽ ബി.ജെ.പി ആണ് ഏറ്റവും വലിയ ഒറ്റക്കക്ഷി. 100ഓളം സീറ്റുകളിലാണ് ബി.ജെ.പി മുന്നോട്ടം. നാഗ്പൂർ സൗത്ത് വെസ്റ്റിൽ ദേവേന്ദ്ര ഫട്നാവിസ്, കോപ്രി പാച്ഘട്ടിൽ ഏക്നാഥ് ഷിൻഡെ, ബാരാമതിയിൽ അജിത് പവാർ എന്നിവർ ലീഡ് ചെയ്യുകയാണ്. വിജയിക്കുന്ന എം.എൽ.എമാരെ ഹോട്ടലിലേക്ക് മാറ്റാൻ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള മുന്നണിയായ മഹാവികാസ് അഘാഡി തീരുമാനിച്ചിട്ടുണ്ട്. ഡി.കെ. ശിവകുമാറിനാണ് എം.എൽ.എമാരെ ഒന്നിച്ചു നിർത്തുവാനുള്ള ചുമതല. എന്ത് നാടകീയമായ രംഗങ്ങളാണ് ജാർഖണ്ഡിൽ നമ്മൾ കാണാൻ പോകുന്നത് എന്ന് കാത്തിരുന്ന് കാണണം. ഇത്തവണ ഓപ്പറേഷൻ കമല ജാർഖണ്ഡിൽ പ്രവർത്തിക്കാൻ വല്ല സാധ്യതയുണ്ടോ? മഹാരാഷ്ട്ര നോക്കണ്ട, ബി.ജെ.പി ഭരണം ഭരിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തരംഗം തന്നെ ഉണ്ടാവുന്നു. താമര അങ്ങനെ പൂത്തു വിരിഞ്ഞങ്ങനെ നിൽക്കുകയാണ്. ഓപ്പറേഷൻ കമല ജാർഖണ്ഡിൽ ഒരു സാധ്യതയുണ്ട് എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം 28 സീറ്റാണ് നിലവിൽ എൻ.ഡി.എ സഖ്യത്തിന് അവിടെയുള്ളത്. 31 വരെയൊക്കെ അത് പോകാമെന്നും കരുതുന്നു. 50-നടുത്ത് സീറ്റ് ഈ പറയുന്ന JMM-ന്റെ ജാർഖണ്ഡ് മുക്തി മോർച്ച ആയി ബന്ധപ്പെട്ട എൻ.ഡി.എ വിരുദ്ധ അവിടുത്തെ പ്രധാനപ്പെട്ട ഭരണപക്ഷമെന്ന് നമ്മൾ വെക്കുന്ന ഷിബു സോറൻ, ഹേമന്ത് സോറൻ അടക്കമുള്ള ആളുകളുമായി ബന്ധപ്പെട്ട അവരുടെ സഖ്യത്തിന് അവിടെ ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. രണ്ടാമത്തത്, ഈ ജാർഖണ്ഡിലെ ആദിവാസി മേഖലകൾ, ട്രൈബൽ മേഖലകളിൽ 28 സീറ്റുള്ള ട്രൈബൽ മേഖലകളിൽ നിന്ന് ബി.ജെ.പി ഈ തവണ ഒരുപാട് സീറ്റ്, കഴിഞ്ഞ തവണ 2 സീറ്റ് മാത്രമാണ് ജാർഖണ്ഡിൽ അവർക്ക് കിട്ടിയിരുന്നത്. പക്ഷെ ആ ട്രൈബൽ മേഖലയിൽ നിന്ന് അവർക്ക് കൂടുതൽ സീറ്റ് കിട്ടുമെന്നുള്ള പ്രതീക്ഷ ബി.ജെ.പിക്ക് ഉണ്ടായിരുന്നു. അതിനനുസരിച്ചുള്ള പ്രവർത്തനം അവർ നടത്തിയിരുന്നു. അവിടെ ആദിവാസികളുടെ ഭൂമി കയ്യേറ്റവുമായി ബന്ധപ്പെട്ട് കൃത്യമായി അവർ പ്രചാരണം നടത്തിയിരുന്നു. ഈ ഹേമന്ത് സോറന്റെ, ഷിബു സോറന്റെ ഒക്കെ അഴിമതിയുമായി ബന്ധപ്പെട്ട് ED അറസ്റ്റ് ചെയ്യുകയും CBI കേസിൽ അദ്ദേഹം പ്രതിയാവുകയും ഒക്കെ ചെയ്യുന്ന കാഴ്ച നമ്മൾ കണ്ടു. പക്ഷേ ഇവിടെയൊക്കെയോ അവരുടെ രാഷ്ട്രീയപരമായിട്ടുള്ള കാലങ്ങളായിട്ടുള്ള JMM-നോടൊക്കെയുള്ള ഒരു പ്രതിപത്തി ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. കാരണം ആദിവാസി ഭൂമികൾ ഒരുപാട് കയ്യേറി വിൽപ്പന നടത്തിയിട്ടും ED കേസൊക്കെ വന്നിട്ട് പോലും ട്രൈബൽ മേഖലകളിൽ നിന്ന് ബി.ജെ.പിക്ക് കാര്യമായ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുന്നില്ല എന്നുള്ളിടത്താണ് ബി.ജെ.പി ഈ തവണയും ജാർഖണ്ഡിൽ ഒരു പ്രതിപക്ഷ സ്ഥാനത്തേക്ക് പോകാനുള്ള സാധ്യത കാണുന്നത്. പക്ഷേ ഒരു 20 അല്ലെങ്കിൽ ഒരു 14 MP-മാർ കൂടെ ബി.ജെ.പിയുടെ സ്ഥാനത്തേക്ക് വരികയാണെങ്കിൽ, ബി.ജെ.പിയുടെ പക്ഷത്തേക്ക് ഓപ്പറേഷൻ കമലയിലൂടെ വരികയാണെങ്കിൽ അവിടെ മറ്റൊരു സാധ്യത തെളിയും. കാരണം ജാർഖണ്ഡിലെ സഖ്യത്തെ മാറ്റി നിർത്തിക്കൊണ്ട് എൻ.ഡി.എക്ക്, ബി.ജെ.പിക്ക് അവിടെ ഒരു ഭരണത്തിലെത്താൻ കഴിയും. പറയാൻ പറ്റില്ല. ചിലപ്പം ഇവര് ഹോട്ടലിൽ കൊണ്ട് ഒളിപ്പിക്കുന്നുണ്ട്. ജയിക്കുന്ന എം.എൽ.എമാരെ ഓരോരുത്തരെയായിട്ട് കയറിക്കോ എന്ന് പറഞ്ഞ വണ്ടി കയറ്റി ഹോട്ടലിൽ കൊണ്ട് ഒളിപ്പിക്കുന്നുണ്ട്. പക്ഷെ ഹോട്ടലിൽ ഒളിപ്പിച്ചാലും ഓപ്പറേഷൻ കമലയുമായി ബി.ജെ.പി മുന്നോട്ട് പോയാൽ ജാർഖണ്ഡിൽ കോൺഗ്രസിന് ഇന്ത്യ മുന്നണിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മഹാരാഷ്ട്രയിൽ 216 സീറ്റ് നേടിയിട്ടുണ്ട് എൻ.ഡി.എ എന്നുള്ളതാണ്. ജാർഖണ്ഡിൽ 28, ഇന്ത്യ മുന്നണിക്ക് 50. മഹാരാഷ്ട്രയിൽ ഇന്ത്യ മുന്നണി 59 ഒതുങ്ങേണ്ടി വന്നു എന്നുള്ളതാണ്. അപ്പോൾ എന്താകും? മഹാരാഷ്ട്ര എന്തായാലും കൊണ്ടുപോയി ബി.ജെ.പി. ഇവിടെ വലിയൊരു ചർച്ച ഇപ്പം മലയാള മാധ്യമങ്ങളെല്ലാം തന്നെ കേരളത്തിലെ 2 ലോക്സഭ, ഒരു ലോക്സഭയും 2 നിയമസഭയും ചർച്ച ചെയ്യുമ്പോൾ ഒരു കാര്യം പറഞ്ഞോട്ടെ പാർത്ത, ഇടയ്ക്കേറെ പറയുന്നതിൽ ക്ഷമിക്കുക. കാരണം ഒരു ആവേശം നമ്മുടെ ഉള്ളിലുണ്ട്. ഇപ്പൊ ഇലക്ഷൻ നടക്കുന്ന ദിവസം ആയതുകൊണ്ട് തീർച്ചയായും ഉണ്ടാവും. വയനാടും ചേലക്കരയും അല്ല മലയാള മാധ്യമങ്ങൾക്ക് ഇമ്പോർട്ടന്റ്. ബി.ജെ.പി പാലക്കാട് കൊണ്ടുപോകുമോ എന്നുള്ള ഒരു ടെൻഷനാണ്. നമ്മളെല്ലാ മാധ്യമങ്ങളും, എല്ലാ ചാനലുകളും, ജനൻ TV ഒഴിച്ചുള്ള ചാനലുകളൊക്കെ നോക്കി നമുക്കത് മനസ്സിലാകും. പാലക്കാട് ബി.ജെ.പി കൊണ്ടുപോകാൻ സാധ്യതയുണ്ടോ എന്നുള്ള ടെൻഷനിലാണ് അവർ ഓരോരുത്തരും. പക്ഷെ അവരാരും മഹാരാഷ്ട്രയിലെ കാര്യം പറയുന്നില്ല. എനിക്കൊന്നും രാവിലെ അരുൺകുമാറിനോട് അതൊക്കെ മഹാരാഷ്ട്രയെ ജാർഖണ്ഡൊന്നും നമ്മൾ നോക്കുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് തന്നെ. അപ്പോൾ
അതുമായി അല്ല, ഈ ധന്യ പറഞ്ഞത് വളരെ ശരിയാണ്. കാരണം പാലക്കാട് എന്ത് സംഭവിക്കും എന്നുള്ളതാണ്. പക്ഷെ എന്തൊക്കെ തന്നെ പറഞ്ഞാലും ബി ജെ പിക്ക് വലിയ എന്താണ് കേരളത്തിൽ ബി ജെ പിക്ക് വലിയ തരത്തിലുള്ള സ്വാധീനമുണ്ട് എന്നുള്ളതും ബി ജെ പിക്ക് ആളുകൾക്കിടയിലേക്ക് ബി ജെ പി കടന്നു കയറിയിട്ടുണ്ട് എന്നുള്ളത് നമുക്കൊരു സത്യം തന്നെയാണ്. ഈ പ്രാവശ്യം ബി ജെ പി അവിടെ പരാജയപ്പെടുകയാണെങ്കിൽ അതിൻ്റെ ഏക ഉത്തരവാദി ബി ജെ പി അല്ല, ബി ജെ പിയുടെ നേതാക്കന്മാരാണ് എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. ഇതൊന്നും പറഞ്ഞുകൊണ്ട് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ MLA മാരുണ്ടാവുന്നത് തടയാനൊന്നും കഴിയില്ല. രണ്ടാമത്തത് മഹാരാഷ്ട്രയിലേക്ക്. ഇന്ത്യ ഇന്നൊട്ടാകെ ചർച്ച ചെയ്യുന്നത് മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പാണ്. എന്തുകൊണ്ടാണ് മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് ചർച്ച ചെയ്യുന്നത്? മഹാരാഷ്ട്രയിൽ ഈ പറയുന്ന ശിവസേനയെ പിളർത്തി ഏക്നാഥ് ഷിൻഡെയുടെ നേതൃത്വത്തിൽ ഒരു ശിവസേന രൂപീകരിക്കുന്നു. അതാണ് യഥാർത്ഥ ശിവസേന എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വരെ പറയേണ്ടി വരുന്ന അവസ്ഥ. കാലങ്ങളായി എന്താണ് ഈ പറയുന്ന മറാഠ വികാരം ആളിക്കത്തിച്ചുകൊണ്ട് അവിടെ മറാഠയുടെ മണ്ണിൽ ശിവാജിയുടെ മണ്ണിൽ നിന്നിരുന്ന ഉദ്ധവ് താക്കറെയും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ അച്ഛൻ ബാൽ താക്കറെ ഉഴുതുമറിച്ച മണ്ണാണ് മഹാരാഷ്ട്ര എന്ന് പറയുന്നത്. ആ ബാൽ താക്കറയോട് നീതി കാണിക്കാതെയാണ് ഈ പറയുന്ന ഉദ്ധവ് താക്കറെ കോൺഗ്രസിനൊപ്പം ചേർന്ന് മുഖ്യമന്ത്രിയായത് എന്നുള്ള വലിയ വികാരം അവിടെയുണ്ട്. പക്ഷേ അത് NCPയെയും പിളർത്തുന്നു, അജിത് പവാർ പക്ഷത്തെ പിളർത്തി വേറൊരു ഭാഗത്തേക്ക് NDA ഭാഗത്തേക്ക് കൊണ്ടുവരുന്നു. ഇവിടെ കണ്ടത്, അത് കഴിഞ്ഞ ശേഷമുള്ള 1-2 തെരഞ്ഞെടുപ്പുകളിൽ കണ്ടത് ഇവർക്ക് അനുകൂലമായിട്ടുള്ള, അതായത് ഈ ഉദ്ധവ് താക്കറെ പക്ഷത്തിനും ഈ ശരത് പവാർ പക്ഷത്തിനും ഉള്ള ഒരു അനുകൂലമായ ചില നിലപാടുകൾ ചില തെരഞ്ഞെടുപ്പുകളിൽ കണ്ടു. അതോടുകൂടി മാധ്യമങ്ങളെല്ലാം പറയാൻ തുടങ്ങി അവിടെ യഥാർത്ഥ ശിവസേന, അവിടെ ഈ ശിവസേനയെ പിളർത്തി മാറ്റിയത് കൊണ്ട് തന്നെ ജനങ്ങൾക്ക് ഇവരോട് സഹതാപമുണ്ട്, ഈ NCPയോട് സഹതാപമുണ്ട്, ശിവസേനയുടെ ഉദ്ധവ് താക്കറയോട് സഹതാപമുണ്ട്, ബാൽ താക്കറയുടെ അണികൾ ഇവർക്കെതിരെ തിരിയും എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ അത് ഈ മഹാവികാസ് അഘാഡി എന്ന് പറയുന്ന സഖ്യത്തിനെതിരെ അവിടെ മഹായൂതി സഖ്യം, അതായത് ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള മഹായൂതി സഖ്യം അവിടെ അധികാരം പിടിക്കില്ല എന്നുള്ളൊരു ധാരണ ഇന്ത്യ സഖ്യത്തിനുണ്ടായിരുന്നു. ഈ മുംബൈയാണ് ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനമായി അറിയപ്പെടുന്നത്. അവിടെ ഈ പറയുന്ന മഹാരാഷ്ട്ര ആര് ഭരിക്കുന്നു എന്നതനുസരിച്ചാണ് ഇന്ത്യ ആര് ഭരിക്കുന്നു എന്ന് തീരുമാനിക്കപ്പെടുന്നത്. കാരണം ഏറ്റവും കൂടുതൽ കോർപ്പറേറ്റ് പണം വരുന്നത് അവിടെയാണ്. ഇന്ത്യ എങ്ങോട്ട് ചലിക്കണമെന്ന് തീരുമാനിക്കുന്നത് മഹാരാഷ്ട്രയിലെ രാഷ്ട്രീയ തീരുമാനങ്ങളാണ്. അവിടെ ബി ജെ പി വളരെ തന്ത്രപരമായി ഫട്നാവിസിനെ മാറ്റി നിർത്തിക്കൊണ്ട് അവിടെ ഏക്നാഥ് ഷിൻഡെക്ക് അധികാരം കൊടുത്തുകൊണ്ട് പക്ഷേ ഫട്നാവിസ് ഒരു തരത്തിലും അവിടെ പാർട്ടിക്ക് ഒരു പ്രശ്നവും ഉണ്ടാക്കിയില്ല എന്നുള്ളതാണ് ബി ജെ പിയുടെ സ്ട്രോങ്, അല്ലെങ്കിൽ ബി ജെ പിയുടെ സംഘം വളർത്തിക്കൊണ്ടുവന്ന ഒരാളെന്ന നിലയിൽ അവിടെ നമ്മൾ കണ്ടത്. ഇപ്പോൾ നമ്മൾ കാണുന്നത്, ഞാനൊക്കെ വിചാരിച്ചത് ഒരു കേവല ഭൂരിപക്ഷം കടന്ന് ബി ജെ പി എത്തും എന്നായിരുന്നു ഞാൻ വിചാരിച്ചത്. ഒരു പക്ഷേ മറ്റവർ മുന്നിൽ പോകുമ്പോൾ എന്ന് പോലും എക്സിറ്റ് പോളുകളെ നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല ഇപ്പോൾ. പക്ഷേ എക്സിറ്റ് പോളുകൾ ജാർഖണ്ഡിൽ തെറ്റിയപ്പോൾ മഹാരാഷ്ട്രയിൽ കൃത്യമാകുന്നു എന്നുള്ളതാണ്. അതായത് 218 സീറ്റ്, എനിക്ക് തോന്നുന്നു 218 സീറ്റ് മാത്രമല്ല 220-ലേറെ സീറ്റുകൾ, മഹാഭൂരിപക്ഷം. 16 സീറ്റ് എന്നൊക്കെ പറയുമ്പോൾ അത് നമ്മൾ നിസ്സാരമാക്കി കാണേണ്ട അല്ല, മഹാഭൂരിപക്ഷം സീറ്റുകളാണത്. 72 സീറ്റ് മാത്രമാണ് ഈ പറയുന്ന മഹാവികാസ് അഘാഡിക്ക് അവിടെ നേടാൻ കഴിയുന്നത് എന്ന് പറയുമ്പോൾ മഹാരാഷ്ട്രയിലെ ഭൂരിപക്ഷം ജനങ്ങളും ഈ മഹായുതി സഖ്യത്തെ അംഗീകരിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ ഏക്നാഥ് ഷിൻഡെയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റിനെ, ബി ജെ പിയുടെ നേതൃത്വത്തെ, അജിത് പവാറിന്റെ നേതൃത്വത്തിലുള്ള ഈ പറയുന്ന NCP ഗവൺമെന്റിനെ അംഗീകരിച്ചിരിക്കുന്നു എന്നതിനുള്ള ഏറ്റവും വലിയ സൂചന, ഏറ്റവും വലിയ തെളിവ് അതാണ്. ഇവിടെ ഒരു തിരിച്ചുപോക്കില്ല. മഹാരാഷ്ട്രയാണ് NDA മഹാരാഷ്ട്ര ഭരിക്കാൻ പോകുന്നു. അവിടെ ആർക്കാണ് കൂടുതൽ സീറ്റ് എന്ന് തന്നെയാൽ ഇപ്രാവശ്യവും ബി ജെ പി ഏക്നാഥ് ഷിൻഡെയെ മുഖ്യമന്ത്രിയാക്കുമോ ഇല്ലയോ എന്നൊന്നും പറയാൻ കഴിയില്ല. എങ്കിൽ പോലും ബി ജെ പി നമുക്ക് പെട്ടെന്ന് അത് മനസ്സിലാക്കാൻ കഴിയില്ല. കേരളത്തിലെ ബുദ്ധിയില്ലാത്ത നേതാക്കളെ പോലെയല്ല കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി നേതാക്കൾ. കേന്ദ്രത്തിനകത്ത് തലക്കകത്ത് മൂളയുള്ളവരാണ് കേന്ദ്രം ഭരിക്കുന്നത്. പ്രത്യേകിച്ച് JP നദ്ദയും അമിത്ഷായൊക്കെ മെനയുന്ന തന്ത്രങ്ങൾ ഏത് തരത്തിലേക്കാണ് ബി ജെ പി കൊണ്ട് എത്തിക്കുന്നതെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ജാർഖണ്ഡിൽ ഇപ്പോൾ കർണാടകയിലെ ബാംഗ്ലൂരിൽ റിസോർട്ട് ബുക്ക് ചെയ്തിട്ടുണ്ട്. മഹാവികാസ് അഘാഡിയിൽ ജയിക്കുന്ന MLA മാരെ കൊണ്ടുവന്ന് പാർപ്പിക്കാൻ വേണ്ടി DK ശിവകുമാർ റിസോർട്ട് ബുക്ക് ചെയ്ത് കഴിഞ്ഞു. കാരണം BJP അടിച്ചുകൊണ്ട് പോകുന്നുള്ള പേടിയാണ്. ഏതെങ്കിലും തരത്തിൽ BJP കൊണ്ടുപോയത്. കാരണം ജാർഖണ്ഡിനെ സംബന്ധിച്ചിടത്തോളം BJPക്ക് വലിയ വോട്ട് തകർച്ച അവിടെ 27 സീറ്റും ഇന്ത്യ മുന്നണിക്ക് 51 സീറ്റും. അപ്പോൾ കുറച്ചിപ്പുറത്തോട്ട് ചരിഞ്ഞാൽ ജാർഖണ്ഡും BJPക്ക് വിദൂരമല്ല ഭരണത്തിൽ. 10-14 മൊത്തത്തിൽ ജാർഖണ്ഡിൽ ആകെ സീറ്റ് 81 81 സീറ്റിൽ 41 സീറ്റ് കിട്ടുന്ന പാർട്ടി അവിടെ ജയിക്കും. 30 സീറ്റിനടുത്ത് 31, അതായത് അതേഴ്സ് അടക്കം 31 സീറ്റുകളുണ്ട്. 31 സീറ്റ് എന്ന് പറയുന്നത് BJPയോടൊപ്പം നിൽക്കുന്ന NDAയോടൊപ്പം നിൽക്കുന്ന കക്ഷികളാണ്. അപ്പം 31ന്റെ കൂടെ 41ലേക്ക് എത്താൻ എത്ര വേണമെന്ന് ചിന്തിച്ചാൽ മതി. 28ഉം 2 30, 31ഉം
9 സീറ്റ് കൂടെ അല്ലെ, സീറ്റ് കൂടെ. 9 സീറ്റ് കൂടെ ഉണ്ടെങ്കിൽ MLA-മാരെ കൂടെ ഇങ്ങോട്ടൊന്ന് അടർത്തിയാൽ ജയിക്കാവുന്നതേ ഉള്ളൂ. 9 MLA-മാരെ ബിജെപിക്ക് ഇങ്ങോട്ട് മറക്കാൻ ബിജെപിക്ക് വലിയ താമസമൊന്നും വേണ്ട. പക്ഷെ അവിടെ ഏറ്റവും പ്രധാനമാകുന്നത് ഈ പറയുന്ന കൂറുമാറ്റ നിരോധന നിയമപ്രകാരം വരുമോ എന്നുള്ള. പക്ഷെ അത് അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി ഈ പറയുന്ന JMM-ന്റെ മുഴുവൻ ഒരു ഭൂരിപക്ഷ MLA-മാരെ ഇങ്ങോട്ട് ചാടിക്കുക എന്നുള്ളതായിരിക്കും ബിജെപി തന്ത്രം. അങ്ങനെ വരുമ്പോൾ കൂറുമാറ്റ നിരോധന നിയമം ബാധകമാകില്ല. എനിക്ക് തോന്നുന്നു അത് മണത്തറിഞ്ഞിട്ടായിരിക്കണം DK ശിവകുമാർ ഈ റിസോർട്ട് ബുക്ക് ചെയ്ത് ഇത്ര ഒരു എന്താ പറയുക ഒരു പിന്നെ വലിയ രീതിയിലുള്ള ഒരു പിന്നെ ഈ അലാർട്ട് അവിടെ ഉണ്ട് കോൺഗ്രസിന്റെ എന്നുള്ളതാണ്. കാരണം കൊണ്ടുപോകുമോ, പറത്തിക്കൊണ്ട് പോകുമോ എന്നുള്ളൊരു ഭയം, BJP കൊണ്ടുപോകുമെന്നുള്ള ഒരു ഭയം കോൺഗ്രസിന് ജാർഖണ്ഡിൽ ഉണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. അത് പറയാതിരിക്കാൻ കഴിയില്ല. നമ്മുടെ മഹാരാഷ്ട്രയിൽ വോട്ട് BJPക്ക് വീണ്ടും കൂടുന്നുണ്ട്. 217 മഹാരാഷ്ട്രയിൽ എന്നുള്ളതാണ്. വരെ പോയാലും നമ്മൾ അത്ഭുതപ്പെടാനില്ല. മഹാഭൂരിപക്ഷം സീറ്റുകളും നേടിക്കൊണ്ട് തന്നെയാണ് അവിടെ അധികാരത്തിലേക്ക് വരാൻ പോകുന്നത്. പക്ഷെ തന്നെ വേറൊരു കാര്യം, ഈ പറയുന്ന പോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ ജാർഖണ്ഡിൽ പിന്നെ സ്വാഭാവികമായും NDAക്ക് 27 സീറ്റേ ഉള്ളൂ. പക്ഷേ ഇന്ത്യ മുന്നണിക്ക് 51 സീറ്റുണ്ട്, അതേഴ്സിന് 3 ഉണ്ട്. പക്ഷേ ഈ പറയുന്നത് പോലെ ഓപ്പറേഷൻ കമല സ്റ്റാർട്ട് ചെയ്താൽ BJP തീരുമാനിച്ചാൽ എവിടെ കൊണ്ടുപോയി ഒളിപ്പിച്ചാലും അല്ല, അവിടെയാണ്. കാരണം ബംഗളൂരുവിൽ ഈ MLA-മാരെ മുഴുവൻ മാറ്റി അവിടെ ഒരു സർക്കാർ രൂപീകരിച്ചു എന്ന് കരുതുക. ഈ സർക്കാർ രൂപീകരിച്ചാൽ ഈ MLA-മാരെല്ലാം തിരിച്ചു വരണമല്ലോ. ഈ എത്ര കാലമാണ് ഈ MLA-മാരെ ഇവർ ഒളിപ്പിക്കുക? പക്ഷെ BJPയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് പറയുന്നത് MLA-മാരെ ഇങ്ങോട്ട് മാറ്റിയാൽ, അതായത് ഓപ്പറേഷൻ കമലയോ ഓപ്പറേഷൻ താമരയോ ഒക്കെ വഴി ഈ പറയുന്ന MLA-മാരെ ഇങ്ങോട്ട് ചാടിച്ചൊരു ഗവൺമെന്റ് ഉണ്ടാക്കി അടുത്ത തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ആ ഗവൺമെന്റ് അധികാരത്തിൽ വരുന്ന സ്ഥിതിയാണ് ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കതിനെ നിഷേധിക്കാനൊന്നും കഴിയില്ല. ജാർഖണ്ഡിലും എന്ത് സംഭവിക്കുമെന്നത് കാത്തിരുന്ന് കാണേണ്ടി വരും. പക്ഷേ എക്സിറ്റ് പോൾ ഫലങ്ങൾ ജാർഖണ്ഡിൽ തെറ്റി എന്ന് തന്നെ പറയേണ്ടി വരും. പക്ഷേ മഹാരാഷ്ട്ര അമ്പരപ്പിക്കുന്നുണ്ട്. മഹാരാഷ്ട്ര അങ്ങനെ താമര പൂത്തുലഞ്ഞു നിൽക്കുകയാണ്. ബാക്കി നമുക്ക് വരും മണിക്കൂറുകളിൽ അറിയാൻ സാധിക്കും. ഒരു വലിയ ആകാംക്ഷ. എന്തായാലും മലയാള മാധ്യമങ്ങൾ മഹാരാഷ്ട്രയിലേക്കൊന്നും പോവില്ല എന്നുള്ളത് കൊണ്ട് നമ്മൾ പറയേണ്ടി പാലക്കാടിൽ തന്നെ നിന്ന് കറങ്ങാം. അതെ. ശരി.